യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. പീഠകളിൽ ജീവനാശഭീതികളിൽ ഘോരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ യേശുനാഥന് കാമലായി കൂടെ നിന്നവനേ. യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ക്ലേശമുണരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ ക്ലേശമുണരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും
നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ക്രിസ്തു സ്നേഹിക്കുന്ന മുഖ്യ കാർമ്മികരായ ഇന്നത്തെ കൂദാശയുടെ മുഖ്യ കാർമ്മികരായ ജോസഫ്, മെറിൻ പ്രിയ സഹവൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ഈ പരിശുദ്ധമായ ദേവാലയത്തിലായിരിക്കുക. ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം അത് നടത്തിയെടുക്കുവാനായിട്ടാണ്. ദൈവം ജെറമിയ പ്രവാചകനിലൂടെ ചെയ്യുന്നു. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, അത് നിങ്ങളുടെ ക്ഷേമത്തിനാണ്. പ്രവാചകനിലൂടെ ഇന്ന് അരുളി ചെയ്യുന്നത് ജോസഫിനും മെറിൻ പ്രിയയ്ക്കും വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ പരിശുദ്ധമായ അൽത്താരയുടെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. രണ്ട് വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ ഒന്നായി ചേരുന്ന ഒരു കൂദാശ, വിവാഹമെന്ന പവിത്രമായിട്ടുള്ള ഒരു കൂദാശ. വിവാഹമെന്ന കൂദാശയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. ഉൽപ്പത്തി പുസ്തകത്തില് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ശേഷം കർത്താവ് അരുളി ചെയ്തു, ഭൂമിയിൽ പെരുകി അതിനെ കീഴടക്കും. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച രണ്ട് വ്യക്തികളെ ദൈവം ഇന്ന് ഈ പരിശുദ്ധമായ അൽത്താരയിലേക്ക് ക്ഷണിക്കുകയാണ് തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായിട്ട്. ഈ വിവാഹം ഇവിടെ ഇന്ന് ആശീർവദിക്കപ്പെടുമ്പോൾ ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് ദൈവം ഇവരെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമായ പരിപാലനം. ഇത്രയും നാൾ ഇവരുടെ മാതാപിതാക്കൾ ഇവരെ പരിപാലിക്കുകയായിരുന്നു. ഇനി മുതൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയോടുകൂടെ പരിപാലിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവരിന്ന് ഈ അൽത്താരയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഇവരെ ദൈവം ക്ഷണിക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്കാണ്. ഇനി ഇവർ ഒരുമിച്ചാണ് എല്ലായിടത്തും. ഇവർ പരസ്പരം സഹായിക്കണം. എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, നീ ആഹാരം കഴിച്ചില്ലെങ്കിലും അവളെ കഴിപ്പിക്കണം, നീ എന്ത് വാങ്ങിച്ചാലും അവൾക്കും കൂടെ വാങ്ങണം. ഇതാണ് പരസ്പരം പരിപാലിക്കുക എന്ന് പറയുക. വിവാഹത്തിലൂടെ പിന്നീട് നാം ആഗ്രഹിക്കുന്നത് നിത്യരക്ഷയാണ്. നിങ്ങൾ പരസ്പരം നന്മ ചെയ്തുകൊണ്ട്, പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, പരസ്പരം അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിത്യരക്ഷയിലേക്ക് നടന്നെടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. ഈ വിശുദ്ധമായ കൂദാശയിലൂടെ രണ്ട് വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങളുടെ നിത്യരക്ഷ ഈ വിവാഹം എന്ന കൂദാശയിലൂടെ സാധ്യമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പരിശുദ്ധമായ അൽത്താരയ്ക്ക് ചുറ്റും നാം ആയിരിക്കുമ്പോൾ ഇവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ നിയോഗങ്ങളെല്ലാം ഈ അൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലിക്കായി നമുക്കൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നത് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു,
എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങളുടെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആയാൽ മരിക്കുന്നവരോടും എല്ലാ മാതാമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്തുലിതർക്ക് ശാന്തി. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധന
അങ്ങു മാത്രം പരിപാവനം, അങ്ങു താനേകനാഥൻ, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ ശ്രമിക്കുക. അങ്ങേ ദാസന ജോസഫിന്റെയും നരേന്ദ്രയുടെയും മേൽ അങ്ങേ കൃപ കാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങ് മുമ്പാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങേ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടപ്പെടണമേ. ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ ഭിന്നമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളുമല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനം മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടവിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്
കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരീസയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റമായിരിക്കും. ആകയാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറകളെ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്നേഹബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛാ, യേശുദാസ് അച്ഛാ, ഈ ദിവസത്തിൻ്റെ എല്ലാ ഭാഗ്യവും പേറി ഇവിടെ ആയിരിക്കുന്ന ജോസഫ്, മറിൻ, പ്രിയ, ഇവരുടെ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥനകൾ ഏറ്റവും സ്നേഹത്തോടെ ജോസഫ്, മറിൻ ഈ ദമ്പതികൾക്ക് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കേട്ടിട്ടുള്ള ഒരു കഥ അല്പമൊന്ന് സാങ്കേതികവൽക്കരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ആമയുടെയും മുയലിൻ്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ജോസഫേ, ആമയും മുയലും പണ്ട് ഓടാൻ പോയ കാര്യം, വാതുവയ്പിലെ കാര്യം കേട്ടിട്ടുണ്ടോ രണ്ടുപേരും? ആമയും മുയലും. നമ്മൾ കേട്ടിരിക്കുന്ന ആമയും മുയലിൻ്റെയും കഥ, ആമ മുയലിന് പന്തയം വെച്ചു. പന്തയത്തിൽ വലിയ ഒരു മനോഭാവത്തോടെ മുയൽ ഓടാനായിട്ട് തുടങ്ങി. കാരണം ആമയുടെ നടത്തവും മുയലിൻ്റെ ഓട്ടച്ചാട്ടവും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് തന്നിൽ തന്നെ തൻ്റെ കഴിവുകളിൽ ഈ മുയൽ ആശ്രയിച്ച് ഒന്ന് ഉറങ്ങിപ്പോവുകയും ആമ വളരെ വിജയകരമായിട്ട് മുയലിൻ്റെ പന്തയത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദമ്പതികളായ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്ന നിങ്ങൾക്ക് ഇതിനെ വേറെ ഒരു രീതിയിൽ വായിച്ചെടുക്കാം. അങ്ങനെ ആദ്യത്തെ ഓട്ടപ്പന്തയം ആമ ജയിച്ചു, മുയൽ തോറ്റുപോയി. പിന്നീട് മുയൽ വീണ്ടും ഒരു ബെറ്റ് വെച്ചു, പന്തയം വെച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരിക്കൽ കൂടെ ഓടാം. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ ആ ഓട്ടപ്പന്തയത്തിൽ മുയൽ ആമയേക്കാൾ ബഹുദൂരം വേഗത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. ആമയെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആമയ്ക്ക് തല പുറത്തിടാൻ പാകത്തക്ക വിധത്തിൽ പോലും ഒത്തിരിയേറെ ഡിപ്രഷൻ ബാധിച്ച് പിന്നീട് ആമ കുറെ കാലത്തേക്ക് ആ വഴിയെ വന്നില്ല. കാരണം ആമയ്ക്ക് തല പുറത്തിടാൻ സാധിച്ചില്ല. കാരണം മുയൽ അത്ര വേഗത്തിലാണ് ഓട്ടപ്പന്തയം ജയിച്ചത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ആമ മുയലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് വീണ്ടും ഒരു ഓട്ടപ്പന്തയം വയ്ക്കാം. പക്ഷേ ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പോൾ എല്ലാം ജയിച്ചു വന്നിരിക്കുകയാണല്ലോ മുയൽ. അതുകൊണ്ട് മുയൽ പറഞ്ഞു, ശരി,
ഓടാം, പന്തയം വെക്കാം. അങ്ങനെ പന്തയത്തിന് മുൻപിൽ ആമ കണ്ടീഷൻ വെച്ചു. ആമ പറഞ്ഞു, ഞാൻ കാണിക്കുന്ന റൂട്ടായിരിക്കണം നമ്മൾ ഓടാൻ പോകുന്ന റൂട്ട്. അപ്പം മുയല് പറഞ്ഞു, മുയല് എല്ലാം തികഞ്ഞിരിക്കുക. അതുകൊണ്ട് പറഞ്ഞു, ശരി, ഓട്ടപ്പന്തയം നീ കാണിക്കുന്ന പാതയിലൂടെ നമുക്ക് ഓടാം. അങ്ങനെ മുയല് ഇനി ഒരിക്കലും ആമയുടെ വെട്ടിൽ വീഴരുതല്ലോ എന്ന് കരുതി ഓടാൻ തുടങ്ങി. ആമ കാണിച്ചു കൊടുത്ത റൂട്ടില് ഒരു പുഴ ഉണ്ടായിരുന്നു. ഇപ്പോ വേഗത്തിൽ ഓടി ആമ ഈ കരയിലൂടെ വേഗത്തിൽ ഓടി ഈ പുഴയുടെ അരികത്ത് വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആമച്ചേട്ടൻ പതിയെ പതിയെ നീന്തി വരികയാണ്. നമുക്കറിയാം, കരയിലേക്കാൾ വേഗത്തിൽ ആമ വെള്ളത്തിൽ നീന്താൻ തുടങ്ങും. അങ്ങനെ ആമ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഭാവം കാണിച്ച്, കാരണം പിന്നീടൊന്നും താൻ തോറ്റുപോകും, അപ്പുറത്തേക്ക് ഈ പുഴ ചാടി കടന്നെങ്കിൽ മാത്രമേ മുയലിന് ജയമുള്ളൂ, ഇപ്രാവശ്യം താൻ തോറ്റുപോകും എന്ന നനച്ചിരിക്കുന്ന സമയത്ത് ആമ ഇങ്ങനെ പറഞ്ഞു, ഈ ഓട്ടപ്പന്തയം നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ നിന്നെ തോൽപ്പിക്കാം, നീ ഒരു വേറെ റൂട്ട് കടഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ആമ ചേട്ടൻ മുയലിനെ തൻ്റെ പുറത്ത് കയറ്റിരുത്തി ഈ പുഴയുടെ അക്കരയിൽ എത്തിച്ചു. അക്കരയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മുയലിന് വേണമെങ്കിൽ വേഗത്തിൽ, ആമയേക്കാൾ വേഗത്തിൽ ഓടാം. പക്ഷേ അക്കരെ എത്തിയ മുയല് ആമയെ തൻ്റെ പുറത്ത് കയറ്റി ഇരുത്തി രണ്ടുപേരും കൂടെ ഒരേ വേഗത്തില് ഒരേപോലെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇത് നമ്മൾ കേൾക്കാത്ത കഥയാണ്. ഇത് ജോസഫിനോടും മറിനോടും എന്തിനാണ് പറയണതെന്ന് ചോദിച്ചാൽ, ഇതാണ് ദാമ്പത്യ ജീവിതം. സെബാസ്റ്റ്യൻ നേരത്തെ പറഞ്ഞില്ല, ഇന്നു മുതൽ ജോസഫിന്റെ ഇഷ്ടം മറിന്റെ ഇഷ്ടമാണ്. ഒറ്റക്കോടി നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ജയിക്കാം, പക്ഷേ അത് ഒരൊറ്റ ശരീരത്തിന്റെ വിജയം ആകില്ല. ദാമ്പത്യ ജീവിതം ഇന്നു മുതൽ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങളിതാ ഓടാൻ തയ്യാറാണ്. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ ഈ സന്ദേശത്തിന് ശേഷം കൈകോർത്ത് പിടിച്ചു പറയും, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് ദൈവ തിരുമുൻപാകെ ഞങ്ങൾ ദൈവത്തിന് വാക്ക് കൊടുക്കുന്നു. ഞാൻ അറിഞ്ഞത് ജോസഫ് ഇങ്ങനെ അതിർത്തിയിൽ വേല ചെയ്യുന്ന ഒരാളാണ് എന്നാണ്, അല്ലേ? അതിർത്തിയിലാണ്. അപ്പോ ഉടമ്പടി കരാറുകള് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകും. ഇപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറില് വ്യവസ്ഥകൾ തെറ്റിക്കാൻ പാടില്ല. വ്യവസ്ഥ തെറ്റിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇതൊരു നിശ്ചിത കാലത്തേക്കുള്ള ഒരു വ്യവസ്ഥയല്ല ദാമ്പത്യ ജീവിതം. അതായത് ദൈവത്തിന് കൊടുക്കുകയാണ്, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് ദൈവത്തിന് മുൻപാകെ കൊടുക്കുന്ന വാഗ്ദാനം. അതാണ് ഈ വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. അച്ഛനത് വ്യക്തമായി നിങ്ങൾക്ക് 3 ഘടകങ്ങൾ പറഞ്ഞു തന്നു. വിശ്വസ്തത. ഇന്നു മുതൽ ഒരേപോലെയുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ട് സാധിക്കണം. നിങ്ങൾക്ക് രണ്ടുപേരും ഒരേപോലെ വിവിധങ്ങളായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വെച്ച് നമ്മൾ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇണയോട് ചേരാതിരിക്കുന്ന ഒരവസ്ഥ. ഓട്ടപ്പന്തയത്തില് ആദ്യം വെട്ടിലാക്കുന്ന രീതിയിൽ. പക്ഷേ ഇന്നു മുതൽ ജോസഫ് ഇങ്ങനെ മെറിനെ കൂടെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. മെറിൻ ജോസഫിനെ കൂടെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. ചുമക്കുന്നതല്ല. നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ കുഞ്ഞിനെ മാഷിന്റെ കവിത, പാട്ട്. കുഞ്ഞിനെ മാഷ് ചെറിയ 2 മതി വരികൾ പറയും, അതിനകത്ത് വലിയ ആശയങ്ങളുണ്ട്. കുഞ്ഞിനെ മാഷ് പറയുന്നത് ഇങ്ങനെ, മെറിന്റെയും ജോസഫിന്റെയും കാര്യമല്ല പറയുന്നത്, കുഞ്ഞുണ്ണി മാഷിന്റെ കാര്യം. കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടിയതേ ഹാ കഷ്ടം പെട്ടുപോയല്ലോ. ഇതാണ് വിവാഹത്തെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പറയുന്ന വാക്കുകൾ.
ഒരു മൂന്നാനോ അല്ലെങ്കിൽ ബ്രോക്കറോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പെണ്ണിനെ കുറിച്ചും ആണിനെ കുറിച്ചും പറയും. അങ്ങനെ കേട്ടതുകൊണ്ട് കണ്ടു, കണ്ടതുകൊണ്ട് കെട്ടിയതുകൊണ്ട് പെട്ടുപോയി എന്ന് പറയുന്ന ഒരു ജീവിതമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ജീവിതം. എന്നാൽ അതല്ല നമ്മുടെ ജീവിതം. കണ്ടപ്പോൾ കേട്ടപ്പോൾ അന്ന് കണ്ടു, ഇരുവരും പരസ്പരം ധാരണയിലെത്തി, അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു. അവിടെ നമുക്ക് കുഞ്ഞിന് മാഷിന്റെ വരികൾ എടുക്കാം. പെട്ടുപോകുന്ന ഒന്നല്ല വിവാഹമെന്ന കൂദാശ. പരസ്പരം വഹിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ പെട്ടുപോകില്ല. ഒരാൾക്ക് സപ്പോർട്ടായിട്ട് മാറുന്ന ഒരു കൂദാശയാണ്. ഒരാള് ഉണ്ടല്ലോ എനിക്ക്. അച്ഛൻ പറഞ്ഞില്ലേ, ഇന്ന് വരെ ഈ സമയം വരെ നിങ്ങൾ മാതാപിതാക്കന്മാരുടെ കീഴിലായിരുന്നു. ഇന്ന് നിങ്ങൾ പരസ്പരം താങ്ങാൻ, പിന്താങ്ങാൻ, നിത്യരക്ഷയിലേക്ക് നടന്നെടുക്കുന്ന കൂദാശയായ എവിടെയാണ് ഈ വിശുദ്ധ സുവിശേഷത്തിന് പ്രാധാന്യമുള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഇന്ന് സുവിശേഷത്തിൽ പാലസ്തീനായിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ്. എന്തിൻ്റെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട്, കുറവുകൾ കണ്ടതുകൊണ്ട് തള്ളിക്കളയാവുന്ന ഒരു രീതിയിലുള്ള ഒരു നിയമം പാലസ്തീനായിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിയമജ്ഞൻ വന്ന് ചോദിക്കുന്നത്, ഈശോയെ, ഇങ്ങനൊരു നിയമമൊക്കെ ഉണ്ടല്ലോ, കുറവുകൾ കണ്ടാൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാമെന്നും ഉപേക്ഷാപത്രമൊക്കെ കൊടുത്ത് അവരെ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴെന്താ ഈശോ പറയുന്നത്? നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് മൂശ അത് നിങ്ങൾക്ക് എഴുതി തന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ഇന്നു മുതൽ നിങ്ങൾ പരസ്പരം അറിയുന്ന ഒരു ഹൃദയമായിട്ട് മാറുമ്പോൾ, ഹൃദയം കഠിനമാകാത്ത രീതിയിൽ മാറുമ്പോഴാണ്, കഠിനമല്ലാതിരിക്കുമ്പോഴാണ് പരസ്പരം വഹിക്കാനായിട്ട്, പരസ്പരം താങ്ങാനായിട്ട്, പൊറുക്കാനായിട്ട്, ഇങ്ങനെ പരസ്പര ധാരണയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന രീതിയിലൊക്കെ പോകാൻ സാധിക്കും. ഇന്ന് എല്ലാ രീതിയിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ മൂന്നച്ഛന്മാരും ഇവിടെ ഇരിക്കുന്നവരാരും ഒക്കെ ഇതിനൊക്കെ സാക്ഷികൾ മാത്രമാണ്. ദൈവമാണ് നിങ്ങളെ ഓരോ ദാമ്പത്യ ജീവിതത്തെയും ബന്ധിപ്പിക്കുന്നത് പോലെ ദൈവം ബന്ധിപ്പിക്കുന്നു. ഈ ദൈവം ബന്ധിപ്പിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് കൂദാശ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജോസഫും മെറിനും മാത്രം എഴുന്നേറ്റ് നിൽക്കുക. വിവാഹാശീർവാദ കർമ്മമാണ്. ഇവരുടെ ഓരോ സാക്ഷികൾ, ജോസഫിൻ്റെ ഒരു സാക്ഷി, മെറിൻ്റെ ഒരു സാക്ഷി, അവരുടെ പിന്നിലായി വന്നു നിൽക്കുക. ജോസഫിൻ്റെ സാക്ഷി, മെറിൻ്റെ ഒരു സാക്ഷി. മാതാപിതാക്കളും അവരുടെ പിന്നിൽ എഴുന്നേറ്റ് നിൽക്കുക. പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുണ്ടാകുകയും ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ജോസഫ്, മനപ്രിയ, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധം. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധം. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ഈ നിമിഷം മുതൽ
നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച് പരസ്പര സ്നേഹം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിഷം നിങ്ങളെ സമ്പന്നനാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ. മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. സ്ത്രീധനമായി നിനക്കേകി നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ താലി ദർശിക്കും. ആത്മവിശുദ്ധി പകർന്നിടാൻ നിന്നിൽ തൻ കൃപ വർഷിക്കും. നിൻ പ്രിയ സുതരെ വളർത്താനാ ഹൃദയാനന്ദം നൽകുമവൻ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. പൂവും ഭാരതും തന്മഹീനയം പിന്നീടും നല്ല സന്തനം. ശ്രീയും ദിവ്യപ്രേഷിത അന്യം ദിവ്യന്മാവേക സാക്ഷികൾ നിത്യാനന്ദപ്രതാപവാനങ്ങെ വാഴ്ത്തിടുന്നു നിരന്തരം, തീടുന്നു നിരന്തരം. മുരപ്രഭാപൂരികൻ നാദം നിത്യനാവേദ സൂരി പാവനാത്മപ്രിയേ
ഞങ്ങൾ സാദരം നിത്യാനന്ദത്തിലങ്ങേ ജീവിതം ഒത്തുചേരാത്തനിയനേ ഒത്തുചേരാത്തനിയനേ കാത്തിരുനാഥാ നിൻ ജനങ്ങളെ ആശീസേരണമേ നിത്യവും നീ ഭരിക്കുക നിൻ ജനങ്ങളെ ഉന്നതീവർത്തിതമേ നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു പാവനനാമവും സദാ പാവനനാമവും സദാ ഇന്നു ഞങ്ങളിൽ പാപമേശായോ നിന്നനുഗ്രഹം നൽകണമേ ആശ്രയിച്ചിടത്തിതമായ ആർത്തിച്ചു പ്രിയതരരെ തിരുസഭയെ സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്ന് ചെയ്ത സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ പാലകനായ യേശുനാഥ, സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും രൂപതയെ നയിക്കുന്ന ജോസഫ് കരയിൽ പിതാവിനെയും ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ജോഷി അച്ഛനെയും ഇന്നത്തെ കുർബാനയിൽ അച്ഛനോടൊപ്പം കർമ്മങ്ങൾ നിർവഹിക്കുന്ന യേശുദാസ് അച്ഛനെയും ഷെല്ലി അച്ഛനെയും എല്ലാ സിസ്റ്റേഴ്സിനെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. അങ്ങേക്കായി അനേകം ആത്മാക്കളെ നേടുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുവാൻ നേതാവായ മോശയ്ക്ക് വഴികാട്ടിയ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തിലെ എല്ലാ ഭരണാധികാരികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ നല്ല ഭരണം കാഴ്ചവെക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൃഷ്ടാവായ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യസ്പർശനത്താൽ മാറാരോഗങ്ങൾ പോലും ഭേദമാക്കുന്ന പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ഇടവകയിൽ ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. രോഗങ്ങളിൽ നിന്നും മുക്തി നൽകി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും എന്നരുൾ ചെയ്ത യേശുനാഥ, ഇന്ന് വിവാഹം എന്ന വിശുദ്ധമായ കൂദാശയിലൂടെ അങ്ങ് ഒരുമിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മെറിനെയും ജോസഫ് ചേട്ടനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ജീവിതകാലമുടനീളം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും അവർ മുന്നേറുവാനും സന്താന ഭാഗ്യമുള്ളവരായി നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ നന്മയിൽ വളർത്തുവാനും സമൂഹത്തിന് മാതൃകാപരമായ ജീവിതം നയിക്കുവാനും ഇവരെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആമേൻ.
സ്വീകരിച്ചിടുനീ ഞങ്ങളെ സ്വീകരിച്ചിടുനീ ഞങ്ങൾ വരുന്നു താതാ നിൻ സന്നിധേ സ്വീകരിച്ചിടുനീ ഞങ്ങളെ സ്വീകരിച്ചിടുനീ ദാനങ്ങളോടെ അർച്ചനയ്ക്കായി അടഞ്ഞിടാം നീ തന്ന ദാനങ്ങളോടെ അർച്ചനയ്ക്കായി അടഞ്ഞിടാം സ്വീകരിച്ചനുഗ്രഹിച്ചിടൂ നിന്റെ ദൗത്യത്തിനായി സ്വീകരിച്ചനുഗ്രഹിച്ചിടൂ ഞങ്ങൾ വരുന്നു താതാ നിൻ സന്നിധേ സ്വീകരിച്ചിടുനീ ഞങ്ങളെ സ്വീകരിച്ചിടുനീ ും വീഞ്ഞും പുത്രന്റെ മേനിയും രക്തവുമാക്കൂ ഞങ്ങളപ്പവും വീഞ്ഞും പുത്രന്റെ മേനിയും രക്തവുമാക്കൂ മാറ്റുക താതാ ഞങ്ങളെ നിത്യജീവൻ നേടുവാനായി മാറ്റുക താതാ ഞങ്ങളെ നിത്യജീവൻ നേടുവാനായി അതിന്റെ നന്മയുടെ ഉറവിടമായ അങ്ങ് അതിന്റെ തന്നെ ഉദാരമതിയായ നിയന്താവുമായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടോളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ വിവാഹത്തിന്റെ ഫലപുഷ്ടമായ ചരിത്രശുദ്ധി ദത്തുപുത്രരുടെ വർധനയ്ക്ക് ഉപകരിക്കുന്നതിന് മനഃപരത്വത്തിന്റെ മധുര യുഗത്താലും സമാധാനത്തിന്റെ അവിഭാജ്യമായ ബന്ധത്താലും വൈവാഹിക ഉടമ്പടി അങ്ങ് ഉറപ്പിച്ചുവല്ലോ. എന്തെന്നാൽ കർത്താവേ, ശിശുക്കളുടെ ജനനം ലോകത്തിന് ഭൂഷണമായി തീരുകയും ജ്ഞാനസ്നാനത്താലുള്ള നവജന്മം സഭയുടെ വർധനവിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ അങ്ങേ പരിപാലനത്താലും കൃപയാലും അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ ദിവ്യ പ്രവർത്തനങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അവിടുന്ന് വഴി മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അങ്ങേ അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ
നിരുപമവന്നേ മണിമഴ നിറഞ്ഞു മതിയും മിന്നലവും നിരുപമവന്നേ മണിമഴ നിറഞ്ഞു മതിയും മിന്നലവും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായി പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൂടെ അർപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങും ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവർ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ രൂപതാധ്യക്ഷന്മാരോടും വൈദികരോടും സന്യസ്തരോടും അൽമായ വിശ്വാസികളോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർത്തിന്റെ പ്രത്യാശകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപിതാക്കളോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനും ഇടവക പാലകനുമായ വിശുദ്ധ അന്തോന്യോസിനോടും കാലാകാലങ്ങളിലങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ പുരുഷന്മാരോടും വൈദികരോടും സന്യസ്തരോടും അൽമായ വിശ്വാസികളോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർത്തിന്റെ പ്രത്യാശകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപിതാക്കളോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനും ഇടവക പാലകനുമായ വിശുദ്ധ അന്തോന്യോസിനോടും കാലാകാലങ്ങളിലങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയ സഹോദരരെ, ക്രിസ്തുവിൽ വിവാഹിതരായ അവിടുത്തെ ദാസരുടെ മേൽ അവിടുത്തെ കൃപയുടെ ആശീർവാദം കാരുണ്യപൂർവ്വം ചൊരിയണമെന്നും വിശുദ്ധ ഉടമ്പടിയാൽ അവിടുന്ന് സംയോജിപ്പിച്ച ഇവരെ ഒരേ സ്നേഹത്തിൽ ഒന്നാക്കി തീർക്കണമെന്നും കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരും അല്പസമയം മൗനമായി നവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ മഹാശക്തിയാൽ ഇല്ലായ്മയിൽ നിന്ന് സമസ്തവും സൃഷ്ടിച്ച അങ്ങ് പ്രപഞ്ചോൽപത്തി ക്രമവൽക്കരിച്ചപ്പോൾ മനുഷ്യനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ വേർപെടുത്താനാവാത്ത തുണയാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെ മേലിൽ അവർ രണ്ടല്ല ഒരു ശരീരമാണെന്നും സംപ്രീതിയോടെ അങ്ങ് ഒന്നാക്കി തീർത്തവരെ ഒരിക്കലും വേർപെടുത്താൻ പാടുള്ളതല്ലെന്നും അങ്ങ് പഠിപ്പിച്ചു. ദൈവമേ, വിവാഹ ഉടമ്പടിയിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും കുദാശ പ്രതിബിംബിക്കുന്ന വിധം വിവാഹബന്ധം അങ്ങ് മഹത്തായ രഹസ്യമായി പവിത്രീകരിച്ചുവല്ലോ. ദൈവമേ, അങ്ങ് വഴി പുരുഷനോട് സ്ത്രീ ഒന്നായി ചേർക്കപ്പെടുകയും ആദ്യം മുതലേ ക്രമവൽക്കരിച്ചിട്ടുള്ള ഈ സഹവാസം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവഭാവത്തിന്റെ ശിക്ഷയാലോ ജലപ്രളയത്താൽ ഉളവായ വിനാശത്താലോ നഷ്ടപ്പെടാതുള്ളൂ. വിവാഹബന്ധത്താൽ ഒന്നായി തീർന്ന അങ്ങേ ദാസരുടെ മേൽ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ.
അവർ പ്രത്യാശിക്കുന്ന അങ്ങേ ആശീർവാദത്താൽ ശക്തിപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം അവരുടെ മേൽ ചൊരിയണമേ. അങ്ങനെ വിവാഹ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ അവർ നിലനിൽക്കുവാൻ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹം ചൊരിയണമേ. അങ്ങേ ദാസിയായ മെറിൻ പ്രിയയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കൃപ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം പ്രകീർത്തിക്കുന്ന പുണ്യവതികളെ അനുകരിക്കുന്നവളായി അവൾ നിലനിൽക്കട്ടെ. ഇവളുടെ ഭർത്താവിന്റെ ഹൃദയം ഇവളിൽ വിശ്വാസം അർപ്പിക്കട്ടെ. ഇവളെ തുല്യ പങ്കാളിയും കൃപാവര ജീവിതത്തിന്റെ കൂട്ടവകാശിയുമായി അംഗീകരിച്ചുകൊണ്ട് ഇവൾക്ക് അർഹമായ ആദരം നൽകുകയും ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സദാ ഇവളെ സ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയോട് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു. അങ്ങേ ഈ ദാസർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏക ശരീരമായി തീർന്ന് ജീവിത നൈർമല്യം വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുവിശേഷ ചൈതന്യത്താൽ ശക്തി ആർജിച്ച് സർവജനസമക്ഷം ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരുവിൻ. ഇവർ ദീർഘായുസ്സുകളായി ജീവിച്ച് ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ചിന്തിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖപ്രാപിക്കൂ. ക്രിസ്തുവിന്റെ ദർശനം രക്തവും എത്തിച്ചു.
അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിനെ കാരുണ്യവായ്പോടെ അനുയാത്ര ചെയ്യണമേ. പാവന ബന്ധത്താൽ സംയോജിപ്പിച്ചവരെ ഒരേ സ്നേഹത്തിൽ ഏകമാനസരാക്കി തീർക്കുവാനും അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. നിത്യപിതാവായ ദൈവം പരസ്പര സ്നേഹത്തിൽ നിങ്ങളെ ഏകമാനസരാക്കി തീർക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി തീരുകയും അവശരും ആർദ്രരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവം സ്വാഗതമേകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ആശീർവദിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്റെ ജീവിത പാതകളിൽ കൂട്ടാൻ നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങാൻ നീ വരണേ. കൂട്ടാൻ നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങാൻ നീ വരണേ. പിതാവേ പാലകനേ അണയുന്നു തിരുസവിധി. പിതാവേ പാലകനേ അണയുന്നു തിരുസവിധി. തുണയാകണേ, തണലേകണേ, നീതിമാനാകും പിതാവേ. തുണയാകണേ, തണലേകണേ, നീതിമാനാകും പിതാവേ. ക്ലേശമുണരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ. ക്ലേശമുണരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ. കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടാൻ നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങാൻ നീ വരണേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടാൻ നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. പിതാവേ പാലകനേ അണയുന്നു തിരുസവിധി. പിതാവേ പാലകനേ അണയുന്നു തിരുസവിധി. തുണയാകണേ, തണലേകണേ, നീതിമാനാകും പിതാവേ. തുണയാകണേ, തണലേകണേ, നീതിമാ
തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ എൻ്റെ ജീവിത പാതകളിൽ കൂട്ടാൻ നീ വരണേ എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ പീഠകളിൽ ജീവനാശ ഭീതികളിൽ ക്രൂരമായ പീഡകളിൽ ജീവനാശ ഭീതികളിൽ യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ എൻ്റെ ജീവിത പാതകളിൽ കൂട്ടാൻ നീ വരണേ എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങാൻ നീ വരണേ എന്റെ ജീവിത പാതകളിൽ കൂട്ടാൻ നീ വരണേ എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു നിൻ തിരുസവിധേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ യൗസേപ്പിതാവേ പാലകനേ അണയുന്നു തിരുസവിധേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ
രേഖകളിൽ ജീവനാശഭീതികളിൽ ക്രൂരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ യേശുനാഥന് കാമലായി കൂടെ നിന്നവനേ. So, 2002, but one flesh. Therefore, what God has joined together, let no one separate. First of all, a hearty congratulations from all of us. അടുത്തതായി ബ്രൈഡിനെ ഗ്രൂമിനെ
ും